നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിതായത് ഇന്ന് രാവിലെ എണീറ്റ് ഈ വാഴൻ്റെ ചോട്ടിൽ വന്ന് മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ, പഴം പഴുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആറ്റ് നോറ്റുണ്ടായി ഒരു വാഴക്കൊലയാണ്, അപ്പോൾ അത് പഴുത്തോ നോക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ്. ദിവസവും രാവിലെ ഇവിടെ വന്ന് നോക്കും. അങ്ങനെ നോക്കിയിട്ട് ഇതപ്പോൾ ഇവിടെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പഴം എന്തോ ഒന്ന് കൊത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വണ്ണയാണോ ഇനി വല്ല പക്ഷിയാണോ വവ്വാലാണോ എന്നറിയില്ല. അത് വെട്ടിയെടുത്താലോ എന്ന് നോക്കുകയാണ്. പക്ഷെ വെട്ടിയെടുക്കുകയാണെങ്കിൽ താഴെ അവിടെ ഒരു മുരിങ്ങ ചെടി കണ്ടില്ലേ, അതിൻ്റെ മേലെ കൂടെ വീഴും. ഏട്ടനാണെങ്കിൽ ഇവിടെ പിടിക്കാനൊന്നും ആളില്ല, ഏട്ടൻ പണിക്ക് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ എന്തായാലും വരട്ടെ, അത് വരെ ഇനിയിപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനത് വെട്ടാതെ ഇങ്ങോട്ട് വന്നു. പിന്നെ വന്ന ശേഷം ഞാൻ കുട്ടികളോട് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് അവർ ഡ്രസ്സുകളൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരുമ്പി കഴിഞ്ഞാൽ ഈ കൊട്ടയിൽ ഞാൻ കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് അവരോട് അതൊക്കെ ഒന്ന് മടക്കി വെക്കിയെന്ന് പറയും. അപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിടുമെന്ന് പറയുമ്പോൾ അവർ പറയും ഒരൊറ്റ ഡ്രസ്സ് നല്ലതില്ല, ഒക്കെ കീറിയതാണ് പറയും, നരച്ചതാണെന്ന് പറയും, കൊള്ളണില്ല എന്ന് പറയും കേട്ടോ. നോക്കുമ്പോഴോ അന്ന് വേണ്ടാത്തതൊക്കെ ഒന്ന് മാറ്റിയിട്, വേണ്ടിയത് മാത്രം ആ കൊട്ടയിലേക്ക് മടക്കി വെക്കിയെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനും പൊമ്മും കൂടി തുണികളൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ ആഴ്ചയിൽ അല്ല 2 ആഴ്ച കൂടുമ്പോഴാണ് ഇതൊന്ന് വൃത്തിയാക്കാൻ പറയുക, മടക്കി വെക്കിയെന്ന്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ നീറ്റായിട്ട് നേരെ മടക്കി വെക്കും. പൊമ്മുവിന് മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് പറയുമ്പോൾ അവൾക്ക് ഓരോരോ മുട്ടുനായങ്ങൾ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അവൾ, അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ കുട്ടിക്ക് അതിലെല്ലാം പറ്റുന്നതാണ്, ഒന്നും കേട് വന്നിട്ടില്ല അതിൽ. അത് വേണമെങ്കിൽ മാറ്റിക്കോ, അത് വേണ്ട. വേണോ? എനിക്ക് വേണോ അത്? അന്നെടുത്തോ. ശരി ശരി. മടക്കി വെക്കിട്ടോ പൊന്നോ, ഞാൻ പോയിട്ടേ അവിടെ അടുക്കള ഇത്തിരി പണിയുണ്ട്, അതൊക്കെ ചെയ്യട്ടെ. വേണ്ടാന്നല്ല, എനിക്ക് അവിടെ പണിയുണ്ട്. ഇത് മടക്കി വെക്കുക അപ്പോഴേക്ക്. അടുക്കളയിലെ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി കുറച്ച് മുറ്റത്ത് കുറച്ച് പണികളുണ്ട്, കുറച്ച് ഓലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ചെറിയ കെട്ടാക്കിയിട്ട് വെക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ വന്നിട്ട് ഞാൻ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെടിയാണെന്ന് മനസ്സിലായോ? ഇത് വെള്ളപ്പയറാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പയർ കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് വന്നു. അതിൽ കുറച്ചെടുത്തിട്ട് ഞാൻ കറി വെച്ചു, ബാക്കി എടുത്തു വെച്ച് മാസങ്ങളായപ്പോഴാണ് എന്തോ ഞാൻ തിരഞ്ഞപ്പോഴാണ് ഈ വെള്ളപ്പയർ എൻ്റെ കൈ കിട്ടുന്നത്. അത് അങ്ങനെ ഉറവം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഈ മണ്ണിൽ കൊണ്ടുപോയിട്ട് ഇതവിടെ കുറച്ച് മണ്ണ് കൂടി കിടക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കൊണ്ടുവന്ന് ഇട്ടു. മുളയ്ക്കണമെങ്കിൽ മുളയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ഇട്ടതൊക്കെ മുളച്ച് വന്നു കേട്ടോ. അതിൽ പരിപ്പൊന്നുമില്ല, കുറച്ച് പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഒക്കെ ഉറവം തിന്ന് തീർത്തിരിക്കുന്നു. എന്നാലും ഉണ്ടാവട്ടെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെറുതെ ഇങ്ങനെ ഇട്ടതാണ്. പക്ഷെ അതൊക്കെ മുളച്ച് വന്നു കേട്ടോ. ഇനിയിപ്പോൾ പയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഇലയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അതായത് ഓല പറയുന്നത് തീ പിടിപ്പിക്കാൻ ഓലയില്ലാണ്ട് അത് അങ്ങോട്ട് ദൂരെ പോയിട്ട് കുറച്ച് ഓല എടുത്തിട്ട് വന്നതാണ്. അത് ഒന്നിച്ച് ഞാൻ ഒരു കെട്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇനി ഇതിനെ എടുത്തിട്ട് കുഞ്ഞു കെട്ടാക്കിയിട്ട് വെക്കണം. അപ്പം മുറ്റത്തിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് 2 ദിവസം വരെ ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ ഇതൊന്നൊരു നനവ്, അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് ചെറിയ കെട്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഓലയൊക്കെ എടുത്തിട്ട് വെയിലത്ത് ഇടുകയാണ്. ഉണ്ണി ആ ടാങ്ക് കൊണ്ട് ഇടിക്കൂട്ടോ നീ, കയ്യിൽ നിന്ന് ഉണ്ണിക്ക് നല്ലോണം കിട്ടും. അതിന് പോയി ഇടിക്കണ്ടാന്ന് കിടക്കട്ടെ. നമുക്ക് കഴിക്കുക പോയിട്ട് നമുക്ക്. ഏട്ടൻ വന്നിട്ട് വാഴക്കൊല വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് അത് വെട്ടാൻ പറ്റുമോയെന്ന്. പക്ഷെ പറ്റില്ല, എന്തായാലും അത് വെട്ടിക്കഴിഞ്ഞാൽ ആ മുരിങ്ങൻ്റെ മേലെ കൂടെ തന്നെ വീഴും. അത് ആറ്റ് നോറ്റുണ്ടായ മുരിങ്ങയാണ് കേട്ടോ, മുരിങ്ങത്തൈയാണ്. അത് ഒന്ന് ഉണ്ടാവും, പിന്നെ അങ്ങനെ ഉണങ്ങിപ്പോവും, പിന്നെ അത് ഉണ്ടാവും, പിന്നെ ഉണങ്ങിപ്പോവും, അങ്ങനെ ഉണ്ടായി വരികയാണ് ആ മുരിങ്ങത്തൈ. അപ്പോൾ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ അത് വീഴുമോ എന്നുള്ളത് പിന്നെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയാണ്. ഓലയൊക്കെ ഇട്ടിട്ട് ഒന്ന് അകത്ത് കയറി പോയി വരുമ്പോഴേക്കും ഇതാ മഴ ചാറിയിട്ട് ഇനിയിപ്പോൾ അതിനൊക്കെ എടുത്ത് വെക്കണം. ഈ മഴയ്ക്ക് എന്താണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണങ്ങാൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അന്ന് മഴയായിരിക്കും. അമ്മ ചാരിച്ച് ഒന്ന് അമ്മ ഇത് എത്തിത്താത്ത ഊരായെത്തിത്താത്ത മതി.
നല്ല കനുണ്ടല്ലേ നിറയെ ആയതുകൊണ്ട്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഏട്ടൻ വന്നുട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ വാഴക്കൊല പഴുത്തിട്ടുണ്ട്, നമുക്ക് വെട്ടി വെക്കുക, അല്ലെങ്കിൽ അത് പിന്നെയും പഴുത്തതൊക്കെ അണ്ണാനോ അല്ലെങ്കിൽ കിളികളോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊണ്ടുപോകും വെട്ടി വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മുരിങ്ങത്തൈ കേട് വരാണ്ടിരിക്കുകയുള്ള അതിന് മേലെ കൂടെ വീഴണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പിടിക്കാൻ പറഞ്ഞു. ഏട്ടന് ഞാനും കൂടി ആ വാഴക്കൊല വെട്ടി വെക്കുകയാണ്. എന്നോട് പിടിക്കാൻ പറഞ്ഞിട്ടത് ഞാൻ പിടിക്കണം അത് പറയും. പിന്നെ വിട്ടൂടെ ഒന്നും പറ്റിയില്ല. അമ്മേ തലഞ്ഞിതായി പിടിക്കും. അതൊന്നും പറ്റിയിട്ടില്ല പൊന്നു. പൊക്കി പിടിക്കാൻ പറ്റുമോ? ഓ എന്തിനാന്ന് അതിന്റെ അത് പോട്ടെ. നിങ്ങൾ എന്താണ് വരണതിന് മുന്നേ ഞാൻ വെട്ടിക്കഴിഞ്ഞ് ഇതിന് മേലെ കൂടെ വീടും പറഞ്ഞിട്ട് ഞാൻ നോക്കും ഇവിടെ ചതഞ്ഞു പോയിടി. നോക്കുമ്പോ നോക്കട്ടെ. എന്തോ കണ്ടില്ലേ ഉണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോ ഉണ്ടാവും. ഇത് കൊറേ പ്രാവശ്യം പോയിട്ട് പിന്നെ മുളച്ചതല്ലേ. ഒരു വടി കൊടുത്തിട്ട് നോക്കി കെട്ടിയാണ് താന്നു പോണു. അതിനൊരു കുത്തു കൊടുക്കട്ടെ. ഇന്നിപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഒരു കലണ്ടറും കൊണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പുതുവർഷത്തിലെ കലണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2024 അങ്ങനെ വിട പറഞ്ഞ് 2025 പുതുവർഷം വരുന്നു അല്ലേ. അപ്പോൾ 2024 എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമ്മാനിച്ചിട്ടില്ല കേട്ടോ. ദുഃഖം മാത്രമേ ഉള്ളൂ, വിഷമങ്ങളും കണ്ണീരും മാത്രം തന്നുള്ളൂ ഒരു വർഷമാണ് 2024. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ കലണ്ടർ ഒരു വർഷത്തിൽ നമ്മൾ മാറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ മാറ്റിയിട്ട് പിന്നെ നമ്മൾ ആ കലണ്ടറിലേക്ക് നോക്കാറില്ലല്ലോ. അതുപോലെ നമ്മുടെ ഓർമ്മകളും പഴയ ഓർമ്മകളൊന്നും നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകരുത്. എല്ലാം അങ്ങ് മാഞ്ഞു പോകണം. പുതുവർഷം തുടങ്ങുമ്പോൾ പുതിയ ഓർമ്മകൾ, അപ്പോഴത്തെ ആ ഒരു ചിന്തകളും അപ്പോഴത്തെ സന്തോഷങ്ങളും മാത്രം നമ്മുടെ മനസ്സിൽ, പഴയ നമ്മുടെ വർഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് മാഞ്ഞു പോകണം. ഞാനത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നടക്കില്ല എന്നറിയാം, എന്നാലും ഞാനത് ചിന്തിക്കും. പുതുവർഷം തുടങ്ങുമ്പോൾ എപ്പോഴും പഴയ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറന്നു പോകണം. ഈ വിഷമങ്ങളൊക്കെ മറന്നു പോയിട്ട് ഒരു വർഷം അങ്ങനെ ഒരു വർഷമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇതിവിടെ കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ. നമ്മുടെ വിഷമങ്ങളും വേദനകളും എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവില്ലേ. കലണ്ടറിന് മാത്രം ഒരു മാറ്റം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും ഒരു മാറ്റം പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.